നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ നിത്യസംഭവമാകുന്നു. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കുപറ്റി. മലപ്പുറം തിരൂർ സ്വദേശി ഖാദർ ഉൾപ്പെടെ 3 പേർക്കാണ് പരിക്കുപറ്റിയത്. മലപ്പുറം സ്വദേശികളും പാലക്കാട് സ്വദേശികളും സഞ്ചരിച്ചിരുന്ന കാറുകളാണ് സെന്ററിൽ കൂട്ടിയിടിച്ചത്. കേച്ചേരി ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ വടക്കഞ്ചേരി കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയേറ്റ കാർ റോഡിൽ എതിർദിശയിലേക്ക് തിരിഞ്ഞ് പുറകുവശം ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിന്നു. പരിക്കേറ്റവരെ പന്നിത്തടം അല്ലമീൻ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. കുന്നംകുളം ചാലിശ്ശേരി സ്റ്റേഷനുകളിൽ നിന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാനപാതയായ കുന്നംകുളം വടക്കാഞ്ചേരി റോഡും കോഴിക്കോട് എറണാകുളം പാതയിലെ ബൈപ്പാസായ കേച്ചേരി അക്കിക്കാവ് റോഡും സംഗമിക്കുന്ന സെന്ററാണ് പന്നിത്തടം. റോഡ് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിൽ വീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിവേഗത്തിലാണ് ഈ 2 റോഡുകളിലൂടെയും വാഹനങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ സഞ്ചരിക്കുന്നത്. റോഡുകൾ സംഗമിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലപരിചയമില്ലാത്ത ദൂരയാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. അപകടങ്ങൾ തുടർക്കഥയായതിന്റെ അടിസ്ഥാനത്തിൽ സോളാർ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തിപ്പിച്ചിട്ടില്ല. 4 ഭാഗങ്ങളിലും റോഡുകളിൽ വേഗത കുറയ്ക്കുവാനാവശ്യമായ മിനി ഹമ്പ് പോലെയുള്ള സ്പീഡ് ബ്രേക്കറുകൾ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരുമനയൂർ പഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് പ്രഖ്യാപിച്ചു. ഒരുമനയൂർ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ മെറ്റീരിയൽ കളക്ഷൻ സെന്റർ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന പരിപാടിയിലായിരുന്നു മന്ത്രി പ്രഖ്യാപനം നടത്തിയത്. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. നവംബർ 1-ാം തീയതി, ഇന്നിപ്പോൾ ഒക്ടോബർ 3 നവംബർ 1-ാം തീയതി 28 ദിവസം കഴിഞ്ഞാൽ കേരളം ചരിത്രം കുറിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം മുഴുവൻ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ചരിത്ര ദിനമാണ് നവംബർ 1 കേരളപ്പിറവി. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ മാത്രം മതിയാവില്ല. ലോകത്ത് ചൈന കഴിഞ്ഞാൽ പിന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യത്തെ പ്രദേശമാണ്. നവംബർ 1 കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ SR ദീപക് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്തിൽ ആദ്യഘട്ടത്തിൽ 12 ലക്ഷം രൂപ ചെലവഴിച്ച് 800 സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച മെറ്റീരിയൽ കളക്ഷൻ സെന്ററിൽ കലണ്ടർ പ്രകാരമുള്ള അജൈവ വസ്തുക്കൾ ശേഖരിക്കുന്നതിനുള്ള സ്ഥലത്തിന്റെ അപര്യാപ്തത മൂലം 2ാം ഘട്ടമായി 2024-25, 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ വകയിരുത്തിയാണ് 1600 സ്ക്വയർ ഫീറ്റിൽ പുതിയ മെറ്റീരിയൽ കളക്ഷൻ സെന്ററിന്റെ പണികൾ പൂർത്തീകരിച്ചത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KR മിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KH കയ്യുമു, KV രവീന്ദ്രൻ, ET ഫിലോമിന, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷൈനി ഷാജി, മിസ്സിരിയ മുസ്താഖലി, പഞ്ചായത്ത് മെമ്പർമാർ, കുടുംബശ്രീ ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് സ്വാഗതവും സെക്രട്ടറി K ഷിബുദാസ് നന്ദിയും പറഞ്ഞു. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ പ്രധാന ജംഗ്ഷനായ പെരുമ്പിലാവ് ജംഗ്ഷൻ കുഴിച്ചതോടെ പെരുമ്പിലാവ് മുതൽ അക്കിക്കാവ് ജംഗ്ഷൻ വരെ ഗതാഗതം തകരാറിലായി. 1 മണിക്കൂറോളം വരി നിന്ന ശേഷമാണ് വാഹനങ്ങൾക്ക് അക്കിക്കാവ് കടക്കാനാവുന്നത്. ശനിയാഴ്ച രാവിലെ 10ഓടെ പെരുമ്പിലാവ് ജംഗ്ഷനിലെ മധ്യഭാഗത്തു നിന്നും പട്ടാമ്പി റോഡിലേക്കുള്ള ഭാഗത്തേക്ക് ജല അതോറിറ്റിയുടെ കൂറ്റൻ പൈപ്പ് കണക്ട് ചെയ്യുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചതോടെയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. കോഴിക്കോട് ഭാഗത്തു നിന്നും പട്ടാമ്പി റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ജംഗ്ഷനിലെത്തിയാൽ ഒരേ ദിശയിൽ സഞ്ചരിക്കേണ്ട അവസ്ഥയായതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. 1 മണിക്കൂറോളം വരി നിന്ന ശേഷമാണ് വാഹനങ്ങൾക്ക് അക്കിക്കാവ് കടക്കാനാവുന്നത്. 8 പഞ്ചായത്തുകളിലേക്കും കുന്നംകുളം നഗരസഭയിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈനാണ് മാറ്റി സ്ഥാപിക്കുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ നടത്തുന്ന സംസ്ഥാനപാത വികസനത്തിന്റെ ഭാഗമായാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. 10 ദിവസം മുൻപാണ് റോഡിന്റെ ഒരു വശം പൂർണ്ണമായും പൊളിച്ചത്. ഇതോടെ ഈ ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളും കഷ്ടത്തിലായി. 2 ഹോട്ടലുകൾ താൽക്കാലികമായി പ്രവർത്തനം നിർത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് KSTP അധികൃതർ പറഞ്ഞു. ഇതിനിടെ കാനനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജംഗ്ഷനിലെ കലുങ്ക് പൊളിച്ചതും പിന്നീട് പുനർനിർമ്മിക്കുന്നത് വെള്ളം ഒഴുകിപ്പോകാനാത്ത വിധം അശാസ്ത്രീയമായിട്ടാണെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തിയതിനാൽ കലുങ്ക് നിർമ്മാണ ജോലി നിർത്തിവെച്ച അവസ്ഥയിലുമാണ്.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാതൊരു ത്യാഗവും സഹിക്കാത്തവരാണ് RSSും കമ്മ്യൂണിസ്റ്റുകാരുമെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. ചാവക്കാട് മണ്ഡലം 3-ാം വാർഡ് തിരുവത്ര നോർത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VM സുധീരൻ. ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി വോട്ട് ചോരി നടത്തിയാണ് അധികാരത്തിൽ ഇരിക്കുന്നതെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് EP ഷാഫി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ TS അജിത്, CA ഗോപപ്രതാപൻ, KV ഷാനവാസ്, MS ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ചവർ, വാർഡിൽ നിന്നും വ്യത്യസ്ത മേഖലയിൽ കഴിവു തെളിയിച്ചവർ, വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ചവർ എന്നിവരെ ആദരിച്ചു. ചികിത്സാ സഹായവും പച്ചക്കറി തൈ, ഗ്രോ ബാഗ് വിതരണവും കുടുംബസംഗമത്തിന്റെ ഭാഗമായി നടന്നു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ് എന്ന് തെറ്റിദ്ധാരണ നടത്താനുള്ള സംഘടിതമായ ശ്രമം തിരിച്ചറിയണം. അതാണ് കോൺഗ്രസ് പ്രവർത്തകരെന്ന രീതിയിൽ അഭിമാനിക്കാം. രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയത്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയത് കോൺഗ്രസ്സാണ്. സാമൂഹ്യ തിന്മകൾക്കെതിരായി പോരാടിയത് കോൺഗ്രസ്സാണ്. സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ പോരാടിയത് കോൺഗ്രസ്സാണ്. ഈ രാജ്യത്തെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊള്ളുന്ന എല്ലാ തരത്തിലുള്ള പൗരാവകാശങ്ങൾക്ക് വേണ്ടി, അവസര സമത്വങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ ചവിട്ടിത്തേക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്ന, മനുഷ്യനെ അംഗീകരിക്കുന്ന, മനുഷ്യനായി ജീവിക്കാനുള്ള ആ ഒരു അംഗീകാരം, ആ ഒരു അവകാശം അത് ഉറപ്പുവരുത്തിയത് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കുട്ടഞ്ചേരി ഭരണിച്ചിറ പാടശേഖരം ചാൽ സംരക്ഷണ ഭിത്തിയുടെയും സ്ലാബ് നിർമ്മാണത്തിന്റെയും ഉദ്ഘാടനം നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 8 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഭരണിച്ചിറ പാടശേഖരത്തിലേക്ക് ട്രാക്ടർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിനും ചാലിന് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനുമാണ് തുക ചെലവഴിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജിന്റെ ഇടപെടൽ മൂലമാണ് ഫണ്ട് അനുവദിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, മെമ്പർ ഡോക്ടർ VC ബിനോജ്, വാർഡ് മെമ്പർമാരായ MK ജോസ്, സുധീഷ് പറമ്പിൽ, അജയൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാമ്മ, ഷനോജ് എന്നിവർ സംസാരിച്ചു. CPIM പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറിയും DYFI നേതാവുമായിരുന്ന PU സനൂപിന്റെ 5ാം രക്തസാക്ഷി ദിനം ആചരിച്ചു. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെയും DYFI ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് രക്തസാക്ഷി ദിനാചരണം നടത്തിയത്. ചൂണ്ടൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തോടെയായിരുന്നു ദിനാചരണത്തിന് തുടക്കമായത്. പുതുശ്ശേരിയിലുള്ള രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പ്രകടനം സമാപിച്ച ശേഷം CPIM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, DYFI ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ എന്നിവർ പതാകകൾ ഉയർത്തി പുഷ്പചക്രം സമർപ്പിച്ചു. നേതാക്കളും പ്രവർത്തകരും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ യോഗം KS സെന്തിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. K കൊച്ചനിയൻ അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, PG ജയപ്രകാശ്, KK സതീശൻ, MV പ്രശാന്തൻ മാസ്റ്റർ, ലോക്കൽ സെക്രട്ടറി A സജി മാസ്റ്റർ, DYFI ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ, പ്രസിഡന്റ് NS ജിഷ്ണു എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് CPIM നേതാക്കളായ CG രഘുനാഥ്, KB ജയൻ, DYFI ബ്ലോക്ക് ട്രഷറർ അഖിൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, കൗൺസിലർ മിനി മോൺസി, CDS ചെയർപേഴ്സൺമാരായ ഷിനി നികേഷ്, ശശികല, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഭരണസമിതിയുടെ അവസാന ഘട്ടമാണ്. നവംബർ മാസത്തിലെ നവംബർ മാസം 1-ാം തീയതിയോടുകൂടി ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്തു തീർക്കാനുള്ള പദ്ധതികളെല്ലാം തന്നെ ഒരുവിധം പൂർത്തീകരിച്ചുകൊണ്ട്
വേലൂർ പഞ്ചായത്ത് LDF വികസന മുന്നേറ്റ കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ജാഥ വേലൂർ തണ്ടിലം സെന്ററിലാണ് സമാപിച്ചത്. ഏരിയ കമ്മിറ്റി അംഗം KG ഗോപിനാഥൻ ജാഥ ക്യാപ്റ്റനും, CPI ലോക്കൽ സെക്രട്ടറി PK സുരേഷ് കുമാർ വൈസ് ക്യാപ്റ്റനും, CPM ലോക്കൽ സെക്രട്ടറി അബിൽ ബേബി മാനേജരുമായുള്ള ജാഥ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു പഴവൂരിൽ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തി MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ, AL ബേബി, കർമ്മല ജോൺസൺ, ഷേർലി ദിലീപ് കുമാർ, TM അബ്ദുൾ റഷീദ്, KV ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൻ്റെ ഒരു വികസന ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയത്, ആ വികസന ചരിത്രം കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ട ചരിത്രം കൂടിയാണ്. 1956 ഐക്യ കേരളം ഭാഷാടിസ്ഥാനത്തുള്ള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഇവിടെ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നത്. സഖാവുശ EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിപ്പോൾ ഓർമ്മിപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടാവുകയാണ്. 56 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ഈ തൃശ്ശൂർ വെച്ചാണ് ജൂൺ മാസത്തിൽ നടന്നത്. KPCC വിചാർ വിഭാഗ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി അഹിംസാ ദിനമായി ആചരിച്ചു. ജില്ലാ സെക്രട്ടറി TL ശോഭന പതാക ഉയർത്തി. കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ സൈമൺ പാടൂർ ചാലക്കലിന്റെ അധ്യക്ഷതയിൽ KPCC വിചാർ വിഭാഗ് മുൻ ചെയർമാൻ ചേറു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ലീല ഉണ്ണികൃഷ്ണൻ, ജോജു പനക്കൽ, AP വിൻസെന്റ്, OP കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. ജയൻ മാസ്റ്റർ പള്ളിക്കര സ്വാഗതവും ജെൽസൺ ഐപ്പ് നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ എൽദോമോർ ബസേലിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാ നമസ്കാരം, വചന സന്ദേശം, ആശീർവാദം, നേർച്ച വിതരണം എന്നിവ നടക്കും. പെരുന്നാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥന, 8 മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മോർ സ്റ്റെഫാനോസ് മെത്രോപൊലിത്ത വിശുദ്ധ കുർബാനയർപ്പിക്കും. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന, പെരുന്നാൾ സന്ദേശവും ഉണ്ടാകും. പൊൻ വെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണവും, തുടർന്ന് വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന എൽദോമോർ ബസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പ് പ്രത്യേക പ്രാർത്ഥനകൾക്കു ശേഷം പുറത്തെടുത്ത് വിശ്വാസികൾ വണങ്ങും. നേർച്ച സദ്യയോടെ പെരുന്നാൾ സമാപിക്കും. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ലേലം വെളി നടന്നു. ശനിയാഴ്ച രാവിലെ കുർബാനയ്ക്കു ശേഷം പഴയ പള്ളിക്ക് മുന്നിൽ നടന്ന ലേലത്തിൽ പെരുന്നാൾ ദിവസത്തിൽ പഴഞ്ഞി മുത്തപ്പന് വിശ്വാസികൾ സമർപ്പിച്ച നേർച്ച കാഴ്ചകളാണ് ലേലവസ്തുക്കളായി ഒരുക്കിയത്. ചരിത്രത്തിലാദ്യമായി 2 ലക്ഷം രൂപയ്ക്കാണ് സ്വർണ്ണത്താൽ പൊതിഞ്ഞ ക്രിസ്തുദേവന്റെ രൂപം കുന്നംകുളം നെഹ്റു നഗറിൽ താമസിക്കുന്ന കുണ്ടുകുളങ്ങര ഇട്ടൂപ്പ് വിൽസൺ ലേലത്തിൽ കരസ്ഥമാക്കിയത്. രണ്ടാമത് വിളിച്ച സ്വർണ്ണക്കോയിൻ 1,20,000 രൂപയ്ക്ക് പഴഞ്ഞി ജെറുസലേം കൊള്ളന്നൂർ വീട്ടിൽ സൈമൺ, ദിലീപ് എന്നിവരും, മൂന്നാം ലേലത്തിൽ പരുമല തിരുമേനിയുടെ ഛായാചിത്രം 37,777 രൂപയ്ക്ക് ജെറുസലേം ചീരൻ വീട്ടിൽ ഷാജു സൈമണും വിളിച്ചു. ഇടവക വികാരി ജോൺ ഐസക്കിന്റെ സാന്നിധ്യത്തിൽ നടന്ന ലേലം വിളിക്ക് സഹവികാരി ആന്റണി പൗലോസ്, കൈസ്ഥാനി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ എന്നിവരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. 100 കണക്കിന് വിശ്വാസികളാണ് ലേലത്തിൽ പങ്കെടുത്തത്. ആറ്റത്ര സീനിയർ CLCയുടെയും നെല്ലുവായ് ധന്വന്തരി ആയുർവേദ ഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 12 ഞായർ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് LP സ്കൂൾ ഹാളിൽ വെച്ചാണ് ക്യാമ്പ്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി രജിസ്ട്രേഷൻ നടത്തണമെന്ന് ക്യാമ്പ് കൺവീനർ AJ ജെയ്സൺ, ആറ്റത്ര സീനിയർ CLC പ്രസിഡന്റ് സജി ആറ്റത്ര, CV അലക്സ് എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 8593074620 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒരുമനയൂർ ചെറുപുഷ്പം ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. മണലൂർ വെസ്റ്റ് ഇടവക വികാരി ജോജു ചിരിയങ്കണ്ടത്ത് കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജോവി കുണ്ടുകുളങ്ങര, പള്ളി ട്രസ്റ്റിമാരായ EF ജോസഫ്, റോസി ജോൺസൺ, സാജി ടോണി, ഇടവക തിരുനാൾ ജനറൽ കൺവീനർ EP കുര്യാക്കോസ്,
KJ ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുനാളിനോടനുബന്ധിച്ചുള്ള സപ്ലിമെന്റ് 2025 പ്രകാശനം ഫാദർ ജോവി കൊണ്ടുകുളങ്ങര, ഫാദർ ജോജു ചിരിയങ്കണ്ടത്തിന് നൽകി നിർവഹിച്ചു. ഷെലിനോവ് എബ്രഹാം, ജോഷി ഫ്രാൻസിസ്, EK ജോസ്, സെബി പൗലോസ്, EP കുര്യാക്കോസ് എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രോഫിൻസ് കുന്നംകുളം റെസിഡൻഷ്യൽ ക്യാമ്പസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളിൽ വളർന്നുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കായികമേള നടത്തി. പ്രോഫിൻസ് സെവൻസ് ഗ്രൗണ്ടിൽ നടന്ന പ്രോ അത്ലറ്റിക് മീറ്റ് മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത്ലറ്റ് ആരിഫ് പാലയൂർ ഉദ്ഘാടനം ചെയ്തു. പ്രോഫിൻസ് ടർഫ് ഗ്രൗണ്ടിൽ നടന്ന പ്രോ പ്രീമിയർ ലീഗ് ഫുട്ബോൾ മേള കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും ഉദ്ഘാടനം ചെയ്തു. പ്രോഫിൻസ് ഡയറക്ടർമാരായ NG അനൂപ്, CS പ്രവീൺകുമാർ, KA നാരായണൻ, ജനറൽ മാനേജർ ശ്രീപ്രിയ അനൂപ് എന്നിവർ സംസാരിച്ചു. സേ സ്റ്റോപ്പ് ടു ഡ്രഗ്സ്, ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ എന്ന മുദ്രാവാക്യം എഴുതിയ ബാനർ പ്രദർശിപ്പിച്ച് ഗേൾസ് ഹോസ്റ്റൽ വിദ്യാർത്ഥിനികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ചരമം. അയ്യന്നൂർ ചിരുകണ്ടത്ത് ബാലകൃഷ്ണൻ നായർ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. തങ്കം ഭാര്യയും ജയലക്ഷ്മി, ജയപ്രകാശ്, രാജേഷ് ബാബു എന്നിവർ മക്കളാണ്. മരത്തംകോട് ചെമ്മണ്ണൂർ ഇട്ടിക്കുരു ബെന്യാമിൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം തൊഴിയൂർ സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടത്തി. വിൽസി ഭാര്യയും ബെജിത്ത് എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.